കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. മനീഷ് ദേവ് എന്ന് പറയുന്ന കൊറിയോഗ്രാഫർ, അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റാണ്. വേടൻ്റെ അറസ്റ്റിൽ എങ്ങനെയാണ് ഈ സവർണൻ കയറി വന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. എല്ലാവരും ചോദിക്കുന്നതാണ്, എന്തിനാണ് ഈ വേടൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ സവർണൻ കയറി വന്നത് എന്നതൊരു സംശയമാണ്. പ്രിയപ്പെട്ട മനീഷിനോട് പറയാനുള്ളത്, കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന നമ്മുടെ നിഷ്പക്ഷ പണിക്കർ, മുസ്ലിങ്ങൾ പ്രതികളല്ലാത്ത മറ്റൊരു പേരുകാരൻ പ്രതിയായ കേസിൽ എടുത്ത നടപടി വളരെ ന്യായവും ഉചിതവുമാണെന്ന് ഇടതുപക്ഷ സർക്കാരിൻ്റെ ആ വകുപ്പ് അല്ലെങ്കിൽ വനം വകുപ്പും ബാക്കിയുള്ളവരും ചെയ്ത പ്രവൃത്തി വളരെ സത്യസന്ധമായിരുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ഈ വേടൻ്റെ കേസിലാണ്. എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷ പണിക്കർക്കൊക്കെ എന്തോ ഒരു ആഗ്രഹവും അഭിവാഞ്ഛയുമാണെന്നറിയാമോ? എന്തിന്? നീതി പുലരാൻ, അനീതികൾ ഇല്ലാതാകുന്ന ഒരു കേരള സമൂഹത്തിന് വേണ്ടി പാടുപെടുന്ന ഒരാളാണ് പുള്ളിയൊക്കെ. വളരെ കഷ്ടപ്പെട്ട് വേടൻ്റെ കഞ്ചാവ് ഉപയോഗത്തിൻ്റെ പ്രത്യേകതകളും അതിൽ ഖാലിദ് റഹ്മാനും അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് എങ്ങനെയാണ് വേടന് വരുന്നത് എന്ന് ഹൃദയത്തിൽ ചങ്കിൽ തറയ്ക്കുന്ന ചോദ്യങ്ങളും, പിന്നെ ലാലേട്ടൻ ആനക്കൊമ്പ് കണ്ടുപിടിച്ചപ്പോൾ ആ കണ്ടുപിടിച്ച സമയത്ത് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരാന, കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു ആനക്കാരൻ്റെ സ്വന്തമായിരുന്ന ആ കൊമ്പ് വീട്ടിലേക്ക് എത്തിയ കഥയും അടക്കമുള്ളവ ഒരുപാട് വികാരധീനനായി പറഞ്ഞു പോകുന്ന ഒരു രംഗമുണ്ട്. പെറ്റ തള്ള പോലും സഹിക്കില്ല, കരഞ്ഞു പോവും. അതുപോലത്തെ സംഗതിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇതിലെന്തുകൊണ്ടാണ് ആളുകൾ ഒരു സവർണഹിതം കയറി വന്നിട്ടുണ്ട് എന്നുള്ളത് പറയുന്നതെന്ന്. അത്രമേൽ വികാരവായ്പോടെയാണ് വേടനെതിരെയുള്ള നടപടിയെ അദ്ദേഹം ന്യായീകരിച്ച് തകർക്കുന്നത്. അതുകൊണ്ട് അമിതമായ വിനയത്തോടെ ശബ്ദം താഴ്ത്തി വസ്തുതകൾ വിശകലനം ചെയ്ത് ആർക്കും അത് ശരിയാണെന്ന് തോന്നിപ്പിക്കും വിധം മനോഹരമായി പാൽപ്പായസം കുടിപ്പിക്കുന്നത് പോലെ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ സാറ് പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് പറയുമ്പോൾ വേടൻ എൻ്റെ ആരുമല്ല, എൻ്റെ സ്വന്തമല്ല, പിന്നെ വേടൻ്റെ വരികൾ പോലെ തന്നെ പറഞ്ഞാൽ എൻ്റെ ജാതിയില്ല, എൻ്റെ സ്വന്തമല്ല, എൻ്റെ ആരുമല്ല, എന്നാൽ പോലും അതിലൊരു അനീതിയുടെ വിലയിരുത്തലുണ്ട്. അവിടെയാണ് ഈ സവർണ മനസ്സുകളുടെ ചില ചിന്തകൾ വന്നു പോകുന്നത്. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ഈ വേടൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കഞ്ചാവിൻ്റെ റെയ്ഡ് നടത്തി അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ നിഷ്പക്ഷ പണിക്കർ സാർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഷൈൻ ടോമിനും അതുപോലെ ഖാലിദ് റഹ്മാനും ഒന്നുമില്ലാത്ത ഒരു പ്രിവിലേജ് എന്തുകൊണ്ടാണ് വേടന് വേണം എന്ന് തോന്നുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എൻ്റെ പണിക്കർ സാറേ, ഈ ഖാലിദ് റഹ്മാനെയോ ഷൈൻ ടോമിനെയോ അല്ലെങ്കിൽ വേറെ പല പേരുകാരെയോ പിടിക്കുമ്പോഴൊന്നും അവരുടെ മുറിക്കകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ, അവിടുത്തെ പുകച്ചുരുളുകളുടെ ചിത്രങ്ങൾ, ആ ചിത്രങ്ങളിൽ നിന്നും പുക പുറത്തേക്ക് വമിക്കുന്ന ഗന്ധങ്ങൾ, ഇതൊന്നുമുള്ള ചിത്രങ്ങളിൽ ലൈവ് ഒന്നും പുറത്തു വരുന്നില്ല. അതൊന്നും അവിടെ കാണിക്കുന്നതേയില്ല. അതൊന്നും അവിടെ വിഷയവുമല്ല. അവരുടെയൊക്കെ അമ്മയാര്, അച്ഛനാര്, അമ്മ ശ്രീലങ്കക്കാരിയാണോ, എവിടുന്നാണ് ഈ വേടൻ വന്ന വഴി, അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ റൂട്ട്, നമ്മുടെ ചരിത്രപരമായ സിൽക്ക് റൂട്ട് എന്നൊക്കെ പറയുന്നത് പോലെ കണ്ടുപിടിക്കുന്നത് പോലെ ഒന്നും അങ്ങോട്ടൊന്നും പോകുന്നില്ല. അവിടെ ഷൈൻ ടോമിൻ്റെ സഹോദരന്മാർക്കോ അമ്മയ്ക്കോ അച്ഛനും ഒക്കെ പ്രതികരിക്കാനുള്ള പ്രിവിലേജ് വളരെ ബഹുമാനാദരങ്ങളോടെയാണ് നമ്മുടെ ചാനലുകളും ഒക്കെ കാണിക്കുന്നത്. പിന്നെ അങ്ങയുടെ മനസ്സുപോലെ പരിശുദ്ധമായ ഒരു സംഘടിതമായ മനസ്സുള്ള ഏഷ്യാനെറ്റ് പോലെയുള്ളവരൊന്നും ഈ പറയുന്ന വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറഞ്ഞതിനോട് വലിയ പ്രതിഷേധവും ദേഷ്യവും തോന്നി കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന ടൈറ്റിലോടെ 9 പേരിരുന്ന മുറിയിൽ 6 ഗ്രാം കിട്ടിയതിന് അത്രമേൽ വാശിയും പകയും ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അത് കാണിക്കുന്ന സമയം മുതൽ നിഷ്പക്ഷ പണിക്കർ സാറ് പറയുന്നത് പോലെ ഇതിൻ്റെ വ്യത്യാസം തുടങ്ങുകയാണ്. അവിടെ മുതലാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പണിക്കർ സാർ ഇതിന് ന്യായീകരിക്കാൻ വന്നത് പറയുന്നത് വളരെ സദുദ്ദേശപരമായി ഒരു ചെറിയ തെറ്റ് ചെയ്ത വേടനോടുള്ള, വലിയ ആശയങ്ങൾ പറയുന്ന വേടനോടുള്ള ഒരു പ്രത്യേകതരം ഇഷ്ടം കൊണ്ടാണ്. ആ ഇഷ്ടത്തിൽ ഇതിനെ നമ്മളിലെ നമ്മുടെ ധൃതരാഷ്ട്രാലിംഗനം എന്നൊക്കെ പറയുന്ന പോലെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അങ്ങ് ഭസ്മീകരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ് നടത്തുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗമാണ് അതിനേക്കാൾ രസം. രണ്ടാമത്തെ ഭാഗം പുള്ളി പോകുന്നത് ഈ പുലിപ്പല്ലിലേക്കോ ആനക്കൊമ്പിലേക്കോ ഒക്കെയാണ്. പുലിപ്പല്ലിലേക്ക് പോകുമ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം
മറ്റു പല അടുത്ത ജന്മത്തിലെങ്കിലും ഉന്നത കുലജാതരായി ജനിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ നെഞ്ചിൽ കിടക്കുന്ന പുലിപ്പല്ലിലേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹം പോകുന്നത് നേരെ ലാലേട്ടൻ്റെ ആനക്കൊമ്പിലേക്കാണ്. ആനക്കൊമ്പ് പിടിച്ച കഥ പറയുന്നത് കേട്ടോ, നമ്മൾ കരഞ്ഞു പോവില്ലേ? ലാലേട്ടൻ അവിടെ ഇല്ലാതിരുന്ന സമയത്ത് IT റെയ്ഡിൻ്റെ ഭാഗമായി അവിടെ ചെന്നപ്പോൾ ഇവിടെയും അതുപോലല്ലേ, കഞ്ചാവ് പിടിക്കാൻ എന്ന പേരിൽ അദ്ദേഹത്തെ കണ്ട് 9-8 ഗ്രാം കഞ്ചാവോ 6 ഗ്രാം കഞ്ചാവോ കിട്ടിയപ്പോഴല്ലേ പുലിപ്പല്ലി കയറി പിടിച്ച്. അതുപോലെ ആനക്കൊമ്പ് കണ്ടുപിടിച്ചു. ആ ആനക്കൊമ്പ് കണ്ടപ്പോഴോ അത് പാരമ്പര്യമായി തറവാടിൻ്റെ ഉടമസ്ഥാവകാശവും കൈവശാവകാശവും എല്ലാം ആനകളുടെ പരമ്പരയിൽ നിന്ന് ആനമൂപ്പന്മാർ എഴുതി കൊടുത്ത എന്തോ സംഗതി. അവിടെ നിന്ന് ഈ സാധനം കണ്ടെത്തിയത് 2011 ഡിസംബറിലോ 21 മറ്റോ ആണ്. കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 2012. 21 കിട്ടിയതിൻ്റെ അന്ന് രജിസ്റ്റർ ചെയ്തില്ല. വേടൻ്റെ കാര്യത്തിൽ അടുത്ത മണിക്കൂറിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. എന്നിട്ട് കസ്റ്റഡിയിൽ വാങ്ങുകയാണ്. എന്നിട്ട് തെളിവെടുക്കാനായി ഉള്ള സ്ഥലത്തെല്ലാം കൊണ്ടു നടക്കുകയാണ്. ഈ ഗ്യാപ്പുകളെല്ലാം പണിക്കർ സാർ അങ്ങ് വിഴുങ്ങി. എന്നിട്ടോ സാവകാശം കൊടുത്തു പുള്ളിക്ക് രേഖകൾ ഹാജരാക്കാൻ. അപ്പോൾ എന്തു ചെയ്തു? എവിടെയോ ചരിഞ്ഞ ഒരാന, അതിൻ്റെ ഉടമ വന്നു. കൃഷ്ണകുമാർ എന്നോ മറ്റോ പറയുന്ന ആളിൻ്റെ, കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആനയാണ്, അതിൻ്റെ കൊമ്പാണ് കൊടുത്തതെന്ന് പറഞ്ഞ് അതങ്ങ് ഊരിവിട്ടു. ലാലേട്ടനോട് ആർക്കും, പ്രത്യേകിച്ച് വേറെ ആർക്കും വേടനോട് പകയുള്ളതുപോലെ ആ പകയുള്ള മനസ്സുകൾ വേറെ വിഭാഗത്തിൽ ആരും ഇല്ലാത്തത് കൊണ്ട് ആരും ഒന്നും അനങ്ങിയില്ല. അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പോയി. അപ്പോഴും ഒരാനയ്ക്ക് 4 കൊമ്പില്ല, 2 കൊമ്പേ ഉള്ളൂ. 4 കൊമ്പാണ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ 2 കൊമ്പിൻ്റെ ഉടമസ്ഥതയെ കിട്ടിയുള്ളൂ. ഏതായാലും അത് അങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി ബാക്കിയുള്ളതൊക്കെ തിരിച്ച് മടക്കി അങ്ങ് വിട്ടു. എന്നാൽ പിന്നെ തുല്യനീതിയാണെങ്കിൽ പണിക്കർ സാറേ വേടനും കൊടുക്കണ്ടേ അത്രയും ഗ്യാപ്പ്? ഈ പുലിപ്പല്ല് എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് അവന് പറയാനൊരു സാവകാശം കൊടുക്കണ്ടേ? ആരാണ് ഗിഫ്റ്റ് കൊടുത്തതെന്ന് കണ്ടുപിടിക്കാൻ ഒരു 5 ദിവസത്തെ സമയം കൊടുക്കണ്ടേ? അപ്പം തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് വനം വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ നീതി നടപ്പിലായി എന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന് ജുവലറികളിലൊക്കെ കൊണ്ടു നടന്നതൊന്നും പണിക്കർ സാർ എങ്ങനെയാണ് തുല്യനീതിയാവുന്നത്? അതുകൊണ്ട് ആനക്കൊമ്പിൻ്റെ വിഷയത്തിൽ അങ്ങനെ ആയിരുന്നു നീതി. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, അത് തമ്മിൽ താരതമ്യമില്ല എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കീഴ്വഴക്കമനുസരിച്ച് ആ കീഴ്വഴക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേടനും കൊടുക്കണം, അത്രയും ഔദാര്യം, അല്ലെങ്കിൽ അതിനുള്ള സാവകാശം കൊടുക്കണം. ഇതങ്ങനെയല്ല ചെയ്തത് പണിക്കർ സാറേ. അതുകൊണ്ട് പണിക്കർ സാർക്ക് എങ്ങനെയെങ്കിലും ഈ വേടനെ കൈകാര്യം ചെയ്തേ മതിയാവൂ എന്ന് പണ്ട് മുതലുള്ള പരമ്പരാഗതമായ സനാതനധർമ്മങ്ങളിൽ ഉറച്ചു നിന്ന അതെല്ലാം കൂടി ഒരു പാവം ചെക്കനോട് തീർക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ പണിക്കർ സാറ് പറഞ്ഞു തുടങ്ങുന്നത് ഇനി മെയ് 2 കിട്ടൂ, അന്നേ ജാമ്യം പരിഗണിക്കത്തുള്ളൂ. അവിടെ നിന്നൊക്കെ അങ്ങ് പോയി. കോടതി പരിഗണിച്ച് ന്യായമായ ചോദ്യങ്ങൾ ചോദിച്ച് അന്ന് തന്നെ ജാമ്യം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഏതായാലും ആ ഇടപെടൽ കാണുമ്പോഴാണ് ഇതിൽ ചില ഇടപെടലുകൾ ഉണ്ടെന്ന് അതില്ലാത്ത ആളുകൾക്ക് തോന്നിപ്പോകുന്നത്. അവരെ കുറ്റം പറയാനാവില്ല. പണിക്കർ സാർ പണ്ടേ അങ്ങനെ ഭരണഘടനയിൽ രാമസദസ്സ് മാത്രം കണ്ട് അതിൻ്റെ അപ്പുറത്തെ പേജിലുള്ള ഝാൻസി റാണി ലക്ഷ്മിബായിയെയും ടിപ്പു സുൽത്താനെയും കാണാതെ പോയൊരു പണിക്കർ സാറാണ്.